വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെയും അറിവിൻ്റെയും വ്യവഹാര കേന്ദ്രങ്ങളാകേണ്ട ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ രാജ്യത്ത് ജാതീയമായ അധിക്ഷേപങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനം അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് ഇതാദ്യമല്ല. ഇത്തരം അവസ്ഥകൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ രോഹിത് വെമുല മുതൽ IIT മദ്രാസിലെ ഫാത്തിമ ലത്തീഫ് വരെയുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഈ രണ്ടുപേർക്കും സ്വജീവൻ ത്യാഗം ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരുപാട് മുന്നോട്ട് പോയി എന്ന് നമ്മൾ വിചാരിക്കുന്ന കേരളത്തിലെയും സ്ഥിതി മറിച്ചല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരൂർ തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാലയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതി വിവരങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നത്. പരിസ്ഥിതി പഠന വിഭാഗത്തിൽ ഗവേഷക വിദ്യാർത്ഥിയായ അനഘ എസ് കഴിഞ്ഞ ഓഗസ്റ്റ് 15 മുതൽ കുത്തിയിരിപ്പ് സമരത്തിലാണ്. നമുക്ക് അനഘയോട് തന്നെ ചോദിക്കാം. ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന SFIയുടെ ഒരു നേതാവാണ്. അതുപോലെ തന്നെ ഇടതുപക്ഷ സംഘടനയിലുള്ള അധ്യാപകരാണ് എന്നെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ അമ്മയും അമ്മയുടെ കൂടെ നാട്ടിലെ ചില പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയും CPMൽ പ്രവർത്തകയായിരുന്നു. ആ സമയത്ത് എൻ്റെ വീട്ടിലേക്കടക്കം വിളിച്ച് അവൾ SFIയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു മുതിർന്ന നേതാവിനെതിരെയാണ് പരാതി കൊടുത്തതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, പിന്മാറണമെന്ന് പറഞ്ഞു. ഇതും ആരും വിശ്വസിക്കേണ്ട, ഞാൻ തെളിവ് കാണിച്ചു തരാം. ആ വിളിച്ചത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി നിങ്ങൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വിവിധ തരത്തിലുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഹയർ അതോറിറ്റീസിന് പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഈ വിഷയം അങ്ങനെ പൊതുമധ്യത്തിൽ നിലനിൽക്കൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 ദിവസമേ ആകുന്നുള്ളൂ, എല്ലാവരും അറിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ എവിടെയും എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ അനഘയുടെ ഒരു വേർഷൻ നമ്മളെവിടെയും കണ്ടിട്ടില്ല. ഒരു വേർഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഞാൻ 2024 മാർച്ച് 27 ജോയിൻ ചെയ്ത ഒരു ഗവേഷകയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള യൂണിവേഴ്സിറ്റിയുടെ പരിസ്ഥിതി പഠന വിഭാഗത്തിൽ. അന്ന് ജോയിൻ ചെയ്തിട്ട് ഇന്ന് ഈ ദിവസം വരെ എൻ്റെ ഡോക്ടറൽ കമ്മിറ്റി നടന്നിട്ടില്ല. എനിക്ക് എൻ്റെ ഫെലോഷിപ്പ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എനിക്ക് ലാബ് തന്നിട്ടില്ല. അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ ആകെ ചെയ്തത് ലാബ് ക്ലീനിങ്, ക്ലാസ് റൂംസ് ക്ലീനിങ്, പിന്നെ 2015 മുതൽ ഇവിടെ പഠിച്ചിറങ്ങിയ എല്ലാ കുട്ടികളുടെയും ഡെസർട്ടേഷൻ, യാത്രാ വിവരണ റിപ്പോർട്ട്, അതുപോലെ ഇവർ എന്തൊക്കെ നമ്മൾ പുസ്തക രൂപത്തിൽ അച്ചടിച്ച് എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ അതെല്ലാം അന്നത്തെ മുതലുള്ള പൊടി പിടിച്ച് കിടന്ന് എല്ലാം തുടച്ച് അടുക്കി വെക്കുക, ലാബിലേക്ക് കൊണ്ടുവരുന്ന വലിയ പെട്ടികൾ എടുക്കുക, പിന്നെ ഇതിനകത്തുള്ള ഗ്ലാസ് വേഡ്സിന്റെ കണക്കെടുക്കുക, അത് കഴുകി തുടച്ച് വെക്കുക, ഇതെല്ലാം ഞാനാണ് ചെയ്തത്. ഇതൊക്കെ തെളിയിക്കാനുള്ള ഫോട്ടോസും വീഡിയോസും കാണിച്ചു തരാം, അല്ലാതെ ആരും വിശ്വസിക്കണ്ട. ഞാൻ തെളിവ് കാണിച്ചു തരാം. 2025 മാർച്ച് 26 നിങ്ങൾ ഇവിടെ എൻറോൾ ചെയ്യുന്നത്? അല്ല, 2024 മാർച്ച് 26. ഇതിപ്പോ PhD തുടങ്ങിയിട്ട് എത്ര വർഷമായി? 2.5 വർഷമായി. ഇതിൽ ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള സമീപനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള സമീപനം പലതരത്തിലാണ്. കുറെ കുട്ടികളെ ഇതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഞാൻ മാത്രമല്ല. അപ്പൊ അവരെല്ലാം പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ കുട്ടികള് മുമ്പ് പരാതി കൊടുത്തവരുടെ പലരുടെയും പരാതികൾ ഇതുപോലെ ഒതുക്കി തീർത്തിട്ടുണ്ട്. അപ്പൊ ഇത് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ അനുഭവം അല്ല. അപ്പൊ അവരെല്ലാം വീണ്ടും കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. ലക്ഷങ്ങളുടെ ബാധ്യതയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇവര്. ആ കുട്ടികളെല്ലാം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് MG യൂണിവേഴ്സിറ്റിയിലും മറ്റൊക്കെ ആയിട്ട് ഇപ്പൊ ഗവേഷണം ചെയ്യുന്നു. JRF അടക്കമുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾ തന്നെയാണ് അവര്, കഴിവില്ലാത്തത് കൊണ്ടല്ല. അപ്പോൾ ഇപ്പോഴാണ് ഈ നിലവിലെ പ്രശ്നം വന്ന സമയത്ത് ഞാൻ പരാതി ഉന്നയിച്ചപ്പോൾ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന SFIയുടെ ഒരു നേതാവാണ്. അതുപോലെ തന്നെ ഇടതുപക്ഷ സംഘടനയിലുള്ള അധ്യാപകരാണ് എന്നെ ഉപദ്രവിക്കുന്നത്. ഞാനും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകയായിരുന്നു. അപ്പോൾ നിലവിൽ ഈ പ്രശ്നം വന്ന സമയത്ത് ഞാനൊരു സാധാരണ പ്രവർത്തകയും സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ആളുകളാണ് എനിക്കെതിരെ നിൽക്കുന്നത്. ആ സമയത്ത് എൻ്റെ വീട്ടിലേക്കടക്കം വിളിച്ച് അവൾ SFIയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു മുതിർന്ന നേതാവിനെതിരെയാണ് പരാതി കൊടുത്തതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, പിന്മാറണമെന്ന് പറഞ്ഞ്. ഇതും ആരും വിശ്വസിക്കണ്ട, ഞാൻ തെളിവ് കാണിച്ചു തരാം. ആ വിളിച്ചത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഇപ്പോൾ നിങ്ങൾ സമരത്തിലാണ്, വിവിധ തരത്തിൽ പരാതികളും മറ്റുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിപ്പോ പൊതുമധ്യത്തിലേക്ക് വരാനുണ്ടായ ഒരു തുറന്ന സമരത്തിലേക്ക് ഇത് എത്താനുണ്ടായ ഒരു കാരണം ഒന്ന് വിശദീകരിക്കാവോ? യൂണിവേഴ്സിറ്റിയിൽ പല തവണയായിട്ട് 2025 മുതൽ നമ്മൾ പരാതി കൊടുക്കുന്നുണ്ട്. 2024 ജോയിൻ ചെയ്തത്. ആ സമയത്തൊക്കെ ഒരുപാട് ഉപദ്രവിച്ച് അതിന്റെ വീഡിയോസും എല്ലാം കാണിച്ചു തരാം.
2025 VC, രജിസ്ട്രാർ, റിസർച്ച് ഡയറക്ടർ മുതലായവർക്ക് പരാതി കൊടുത്തു. എനിക്ക് ഫെലോഷിപ്പ് കിട്ടുന്നത് ശാസ്ത്ര സാങ്കേതിക കൗൺസിലിൽ നിന്നാണ്. അവിടെ പരാതി കൊടുത്തു. അന്നത്തെ മുഖ്യമന്ത്രിക്ക്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക്, പിന്നെ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിക്ക് എല്ലാം പരാതി കൊടുത്തു. ഈ പരാതിയിൽ ഉന്നയിച്ചിരുന്ന വിഷയം, ഗവേഷകയായിട്ട് വന്ന് എനിക്ക് 6 മാസം കഴിഞ്ഞിട്ടും എൻ്റെ ഡോക്ടർ കമ്മിറ്റി നടത്തി തന്നില്ല. 6 മാസത്തിൽ നടത്തേണ്ടത് ഇപ്പോൾ 2.5 വർഷമായിട്ട് ഇതുവരെ നടത്തിയിട്ടില്ല. ആകെ എന്നെ കൊണ്ട് മൊത്തത്തിൽ രാവിലെ 9 മണിക്ക് വന്നാൽ ഇവിടുന്ന് പോകുന്നിടം വരെ തൂപ്പുപണി മാത്രമാണ് ചെയ്യിക്കുന്നത്. ക്യാബിനകത്ത് ഇരിക്കാൻ അനുവദിക്കില്ല, വരാന്തയിലാണ് ഇരുത്തുന്നത്. മഴയത്ത് പലതവണ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഫെലോഷിപ്പ് കിട്ടിയത് ജാതി കാരണമാണെന്നും അത് മുടക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞു, നിന്നെയൊക്കെ PhD ചെയ്യിച്ചോളാന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചിട്ട് വന്നതല്ലല്ലോ, ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായി. എറണാകുളം ജില്ലാ പഞ്ചായത്തിന് ഒരു ആവശ്യത്തിനായി ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയതായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായത്. നിന്നെയൊക്കെ PhD ചെയ്യിച്ചോളാന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് വിളിച്ചിട്ട് വന്നതല്ലല്ലോ, ഇവിടെ PhD ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പലതും അനുസരിക്കേണ്ടി വരും, ഇല്ലെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് കൊടുക്കുന്നത് ഞാനാണ്, എനിക്ക് പലതും ചെയ്യാൻ പറ്റും, അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചിലതൊക്കെ അനുസരിക്കേണ്ടി വരും. നിന്നെപ്പോലുള്ളവർ ഇവിടെ ഒന്നുമല്ല, വല്ല ഇഗ്നോയിലും പഠിച്ചോ, ഇവിടെ നിൽക്കണ്ട, വല്ല ഇഗ്നോയിലും പൊക്കോ, ഇതൊക്കെ തുറന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് അതെനിക്ക് കുറച്ച് ഭയങ്കരമായിട്ട് ഇൻസൾട്ട്, ഇങ്ങനെ അപമാനിക്കും പോലെ ഫീലായി. മാത്രമല്ല, ഈ ഫസ്റ്റ് ഇയറിലെ ഫെലോഷിപ്പ് മൊത്തം ഓരോ മാസത്തെയും കൂട്ടുമ്പോഴും പിന്നെ കണ്ടിജൻസിയും കൂട്ടി 3,92,000 രൂപയാണ് കൊടുക്കുന്നത്. ഈ ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന്റെ ഫെലോഷിപ്പ് എൻട്രൻസ് എഴുതി വാങ്ങുന്നതാണ്, അത് കിട്ടുന്ന കുട്ടികൾക്ക്. അപ്പോൾ ആ പണവും പിന്നെ ഇദ്ദേഹം പറഞ്ഞ എക്സ്ട്രാ കാശ് തിരിച്ചടപ്പിക്കുന്ന പറയുമ്പോൾ അത്രയും തുക ഒന്നിച്ചടയ്ക്കാൻ ഉള്ള സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ നിന്നല്ല. അപ്പോൾ പെട്ടെന്ന് പണം അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ വിൽക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഞാൻ അമ്മയ്ക്ക് അയച്ചിട്ട് വളരെ ഡിപ്രസ്ഡ് ആയി മാറി. ഇവർ കുറേ കാലങ്ങളായി എന്നെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും വെറുതെ പറയുന്നതല്ല, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ സൂസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം ഒരു തോന്നല്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ട് ജനഗണമന സിനിമയിലെ ഒരു ഭാഗം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആദ്യം തൊട്ട് KCSTയിലെ ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അയക്കണമല്ലോ. അപ്പോൾ ഇവരാണെങ്കിൽ എനിക്ക് കൃത്യസമയത്ത് സർട്ടിഫിക്കറ്റ്സ് ഒന്നും തരില്ല. അപ്പോൾ പറയും, എന്താ മോളെ അയക്കാത്തത്, ബാക്കി എല്ലാവരും അയച്ചല്ലോ, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥർ ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോഴൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലായി, എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്, അതായത് KCSTയിലെ ഒരു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ വൈഫും, അവര് എന്നെ ഒരു എന്താ പറയാ, ഒരു ബന്ധുവിനെ പോലെ കണ്ട് എന്നെ ആശ്വസിപ്പിച്ച മനുഷ്യർ. അവർക്ക് അറിയാം എന്നെ ഒന്നും ആശ്വസിപ്പിക്കേണ്ട ഒരു ആവശ്യം അവർക്കില്ലെങ്കിൽ അത്രയും മനുഷ്യത്വം ഉള്ളത് കൊണ്ട് അവർക്കറിയാം കാര്യങ്ങൾ. അപ്പൊ അവരൊക്കെ അദ്ദേഹം എൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. അപ്പൊ എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു, പെട്ടെന്ന് അവളെ വിളിക്കണം, അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോകണം. അങ്ങനെ പറഞ്ഞ് അമ്മ എന്നെ വിളിച്ച് ഞാൻ വീട്ടിലേക്ക് ഹോസ്റ്റലിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ എൻ്റെ അമ്മ എത്തി. അപ്പോൾ അമ്മയും അമ്മയുടെ കൂടെ നാട്ടിലെ ചില പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയും CPM-ന്റെ പ്രവർത്തകയായിരുന്നു, എന്ന് വെച്ചാൽ സാധാരണ പ്രവർത്തകരാണ്. അപ്പോൾ അതായത് ആശയം കൊണ്ട് ഇവര് വന്നു. നമ്മൾ അപ്പോഴാണ് VCക്കും എല്ലാവർക്കും പരാതി കൊടുക്കുന്നത്. പിന്നെ പക്ഷെ ഇവരൊരു കോക്കസ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ RTI ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് അതായത് മലയാളം ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകനാവണമെങ്കിൽ മലയാളത്തിൽ PhD വേണമല്ലോ. പക്ഷെ വേറെ വിഷയത്തിൽ PhD എടുത്തിട്ട് ഇവിടെ സ്ഥിര നിയമനം കിട്ടുന്നുണ്ട്. അതിനുശേഷം ഇവര് അധ്യാപകനായിരിക്കുന്ന അവിടെ തന്നെ ഗവേഷകനായി ജോയിൻ ചെയ്യുന്നു. ഒരേ സമയം അധ്യാപകനായിരിക്കുന്ന ആള് പിന്നീട് മലയാളത്തിൽ ഗവേഷകനാവുകയും പിന്നീട് മലയാളത്തിൽ PhD എടുക്കുന്നു. വേറൊരാൾക്ക് PhD ഇല്ല, അയാൾ മലയാള വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. 2-3 വർഷത്തിന് മുമ്പാണ് PhD കിട്ടിയത്. അതിന് മുമ്പ് ഇയാൾക്ക് സ്ഥിര നിയമനം കിട്ടി. പിന്നെ മറ്റൊരു ഫിലിം സ്റ്റഡീസിൽ ഒരു അധ്യാപികയെ പറ്റി ഒരു എഴുത്തുകാരി കുറെ അലിഗേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിലിപ്പോ ഇത്തരം വിഷയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് റെസ്പോൺസ് പ്രതികരണം ഉണ്ടാവുന്നുണ്ട്. വിദ്യാർത്ഥികൾ, നിങ്ങളെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ കൂടെ ഗവേഷണം ചെയ്യുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അനുഭവപൂർണമായ സമീപനം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഒരു സമീപനം അവരെയൊക്കെ പേടിപ്പിച്ച് നിർത്തിയേക്കാണ്. നമുക്ക് മാസാവസാനം ഫെലോഷിപ്പ് ഇടണമെങ്കിൽ ഇവരുടെ സൈൻ വേണം. യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പിനെ ആശ്രയിച്ച് കഴിയുന്ന കുട്ടികൾക്ക് ഈ സൈൻ ഇല്ലെങ്കിൽ പൈസ കിട്ടില്ല. പക്ഷെ ഞാൻ അവരുടെ പേര് പറയാതെ അവരുടെ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. അവർ പറയുന്നുണ്ട്, അവരെ പരീക്ഷയെ തോപ്പിച്ചു, അവരെ ഉപദ്രവിക്കുന്നുണ്ട്, അവരെ പണിയെടുപ്പിക്കുന്നുണ്ട്, അവരുടെ ജാതി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട്. പിന്നെ ഈ പുറത്ത് പറഞ്ഞവർക്ക് ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് പോയവരാ, അവർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. സർട്ടിഫിക്കറ്റ് ഇവിടെ വന്ന് വാങ്ങി പിറ്റേ ദിവസം പോസ്റ്റ് ഇട്ട കുട്ടികളുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു ഈ വിഷയത്തില്? ഇവിടുന്ന് യാതൊരു നീതിയും കിട്ടാതായപ്പോഴാണ് ഈ വിഷയം പുറത്തോട്ട് പോയി പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തത്. അപ്പൊ മൊഴി എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പുറത്തുനിന്ന് വേറൊരു പോലീസുകാരി ഓടിക്കേറി വരികയും
ആ മുടി അങ്ങനെയല്ല എടുക്കേണ്ടത്, അതിൽ ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇവർ മാറി നിന്ന് ഒരു സംസാരമൊക്കെ ഉണ്ടായതിനു ശേഷം വന്ന് അവർ പറഞ്ഞ മൊഴിയൊക്കെയാണ് എഴുതിയത്. അപ്പോൾ ഞാനത് താഴെ പോയി അമ്മയൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് പിന്നെ ഒരു ചെറിയ പ്രശ്നമായി വീണ്ടും മൊഴി രേഖപ്പെടുത്തി. പക്ഷെ അവർ അപ്പോൾ ഒന്നും FIR വന്നില്ല. പിന്നെ നമ്മൾ DGPക്ക് ഒക്കെ പരാതി കൊടുക്കുകയൊക്കെയാണ് ചെയ്തത്. റാഗിങ്ങിന്റെ പ്രശ്നത്തിൽ മാത്രം ഇപ്പോൾ ഒരു അന്വേഷണം വന്നു നടക്കുന്നുള്ളൂ. DGPക്ക് കൊടുത്തതിന്റെ. അത് ഹോസ്റ്റലിൽ വെച്ച് നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ആ കാര്യങ്ങളുടെ പരാതിയാണോ ഇപ്പൊ അന്വേഷണം നടക്കുന്നത്? അതൊന്ന് വിശദീകരിക്കാവോ, എന്താണ്? ഹോസ്റ്റലില് ഞാൻ വന്നപ്പോൾ എൻ്റെ റൂംമേറ്റ് ആയിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എൻ്റെ സീനിയറാണ്, ഒരു ചേച്ചിയാണ്. SFIയുടെ ഗവേഷകരുടെ സംഘടനയായ AKRSയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇവരാണെങ്കിൽ പറഞ്ഞത് എനിക്ക് ഡിപ്രഷനുള്ള കാര്യം ഇവർക്കറിയാം, അതുപോലെ ഇവിടെ കാസ്റ്റ് ഇഷ്യൂസ് അനുഭവിക്കുന്ന കാര്യവും ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഭയങ്കര ഉപദ്രവിക്കുന്ന പോലെ റൂമിനകത്തിരുന്ന കസേര എടുത്ത് പുറത്തിടുക. ആ കസേരയല്ല മേശ, അത് ഇവർ ഉപയോഗിക്കും. അപ്പോൾ എനിക്ക് അകത്തിരുന്ന് പഠിക്കണമെങ്കിൽ മേശയില്ല, ഹാളിലിരുന്ന് പഠിക്കാന്ന് വിചാരിച്ച് ഇവരെപ്പോഴും ഇവരുടെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് തറയിലിരുന്ന് ഫുഡ് കഴിക്കല് അങ്ങനെയൊക്കെ. അപ്പോൾ ബഹളമായിരിക്കും. നമുക്കപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ നമ്മുടെ റൂമിലേ പറ്റൂ. ആ മേശ തന്നിട്ടില്ല. അപ്പോൾ കോഴ്സ് വർക്കിന്റെ സമയത്തൊക്കെ ഞാൻ ഉടുപ്പ് വെക്കുന്ന ട്രോളി അത് മടിയിൽ വെച്ചാണ് പഠിച്ചത്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ പറയുന്നത് ബുക്ക് മറിക്കുന്ന ശബ്ദം കേട്ടാൽ ഇവർക്ക് പാനിക് അറ്റാക്ക് വരുന്നതാണ് പറയുന്നത്. ഞാൻ അന്ന് അത് വിശ്വസിച്ചു. 2-3 തവണ കോളേജിൽ വെച്ച് അവർ വീണിട്ടുണ്ടെന്നും ഇനി വീണിട്ടുണ്ടെങ്കിൽ അവർ സർവൈവ് ചെയ്യില്ലെന്നും അവർ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ടോയ്ലറ്റിൽ പോയാൽ ഫ്ലഷ് ചെയ്യില്ല, ഷേവ് ചെയ്ത രോമങ്ങൾ അകത്തിട്ടിട്ട് പോകുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ചേച്ചിമാർ ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അവരെടുക്കേണ്ടി വരും. പിന്നെ അവിടെ ബാക്കിയുള്ളത് ഞാനാ ഇത് ചെയ്യണം. അപ്പോൾ നമ്മളിത് പരാതി പറഞ്ഞ ചേച്ചി ഇങ്ങനെയാണെന്ന് പരാതി പറഞ്ഞാൽ ഇവർ നമ്മളെ തിരിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണ്. ഇവർ പറഞ്ഞു എനിക്കൊരു വിഷമം വന്നെന്ന്, എനിക്കിവിടെ ഒരുപാട് ആളുകളുണ്ട്, ഞാൻ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്, എനിക്കധികം ഫ്രണ്ട്സ് ഇല്ല. ഇവർ പറയും എനിക്കൊരു വിഷമം വന്നെന്ന് പറഞ്ഞാൽ അവർ വന്നാൽ നിനക്കത്ര നല്ലതിനായിരിക്കില്ല. ഇതിങ്ങനെ നീണ്ടു പോയി. ഇവർക്ക് OCD ഉണ്ട്, ADHD ഉണ്ട്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ സ്വാഭാവികമായും അങ്ങനെ. പക്ഷെ അന്നത്തെ ഡേറ്റ് തൊട്ട് ഞാൻ അമ്മയോട് പറയുന്നതിൻ്റെ വാട്സപ്പ് ചാറ്റ് ഡേറ്റ് സഹിതം എനിക്ക് കാണിക്കാൻ പറ്റി ഇവർ ചെയ്തെന്ന്. കുറേ ആയിക്കഴിഞ്ഞ് തീരെ സഹിക്കാൻ പറ്റാതെ ഇപ്പോൾ ഇവർ ഈ സാനിറ്ററി നാപ്കിൻ ഉപയോഗിച്ചത് ഒരു ദിവസത്തെ ആണെങ്കിൽ മറന്നു പോയതാണെന്ന് വിചാരിക്കാം, 2 ദിവസത്തെ ആണെങ്കിലും പോട്ടെ എന്ന് വിചാരിക്കാം. ഇവർ 1 ലിറ്റർ കപ്പിൻ്റെ 2 കപ്പ് വെച്ചിട്ട് ഇത് നിറയെ ചീഞ്ഞ സാനിറ്ററി നാപ്കിനുകൾ ഇങ്ങനെ വെച്ച് ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുക. ഇവരെന്നിട്ട് വീട്ടിൽ പോയി ഇതെല്ലാം ഇവിടെ വെച്ചിട്ട്. അപ്പോൾ വരുന്നില്ല, നാറ്റുമായി തുടങ്ങി. നമ്മൾ 2 പേരും മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത്രയായിട്ട് ഇവർ വരുന്നുമില്ല. ഞാൻ അമ്മയെ വിളിച്ചു, പുഴു വരിച്ച ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ അമ്മയെ വിളിച്ച് അറിയിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇനി നീ സഹിക്കേണ്ട, മാട്രിനോട് പറയാൻ പറഞ്ഞു. ഒന്ന് മാട്രിനോട് പറയും, മാട്രിൻ വന്നതിൻ്റെ ഫോട്ടോ എടുക്കുകയും ഈ ചേച്ചിയെ വീട്ടിൽ നിന്ന് വിളിച്ച് വരുത്തി ഇത് ക്ലീൻ ചെയ്യിച്ചു. അപ്പൊ ഞാനിതിവിടെ പരാതി കൊടുത്ത സമയത്ത് ഈ ചേച്ചി പറഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, അത് അവളാ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഓർത്ത് എന്ന് മാട്രൻ ഫോട്ടോ എടുത്തത്. ഇപ്പൊ അവരത് സമ്മതിച്ചു, എന്നോട് സോറി പറഞ്ഞെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല, അവരെന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിൽ അനഘയുടെ മാതാപിതാക്കളുടെ ഒരു സമീപനമൊക്കെ എങ്ങനെയാണ്? അവരിവിടെ ഉണ്ടോ? എന്റെ അമ്മ ഇവിടെ സമരപ്പന്തലിലുണ്ട്. അമ്മ എന്ത് പറയുന്നു? അമ്മ നീതി കിട്ടുന്നവരെ സമരം തുടരാമെന്നാണ് അമ്മ പറയുന്നത്. ഇതൊരു പറഞ്ഞു വെച്ചത് നമ്മൾ കേൾക്കുന്ന സമയത്ത് ഒരു ഡബിൾ സ്ട്രഗിൾ ആണല്ലോ. ആസ് എ വുമൺ എന്ന രീതിയിൽ ഒരു ഗവേഷക വിദ്യാർത്ഥി, അതുപോലെ തന്നെ ആസ് എ ദളിത് എന്ന രീതിയിൽ ഒരു ഗവേഷക വിദ്യാർത്ഥി ഒരിക്കലും ഇപ്പോൾ നമ്മൾ കേരളം പോലൊരു സംസ്ഥാനത്ത് ഫേസ് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെയൊക്കെ തരണം ചെയ്ത് കടന്നു വന്നത്? കഴിഞ്ഞൊരു 1.5 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ ജേണി അത് ഭയങ്കര സുഖമായ ഒരു ജേർണി ഒന്നും ആയിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ടു, ഡിപ്രഷൻ വന്നു. പറയുമ്പോൾ നല്ല സുഖമായിട്ട് ആളുകൾക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ടൊക്കെ തോന്നും. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാ. നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ മിണ്ടാതിരുത്തിക്കാനുള്ള ശ്രമം. ടീച്ചേഴ്സ് അങ്ങനെ, റൂമിൽ പോയാൽ അങ്ങനെ. അപ്പോൾ ഡിപ്രഷന് മരുന്ന് കഴിച്ചു. ഭയങ്കരമായിട്ട് സിവിയർ ഡിപ്രഷനായി മാറിയത്. ഈ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ നടന്നതിന് ശേഷം മരുന്ന് ഈ കഴിക്കുന്നതിന് എക്സിറ്റോ DVNC സാധനം നല്ല ഡോസ് ആയത് കഴിച്ചിട്ട് നമ്മളിങ്ങനെ ക്ലാസ്സിൽ വരുന്നു, വീണ്ടും ഇവർ നമ്മളെ ഉപദ്രവിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഭയങ്കര ഹെയ്റ്റ് ക്യാമ്പയിനൊക്കെ നടക്കുക. എനിക്കിവിടെ ആരോടും മിണ്ടാൻ പറ്റുന്നില്ല, ആരും എന്നോട് മിണ്ടുന്നില്ല. SFIയുടെ പിള്ളേർ എന്നോട് ആരും മിണ്ടരുതെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ എന്നിട്ട് രഹസ്യമായിട്ട് വന്നിട്ട് പറയും ചേച്ചി ഞങ്ങൾക്ക് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് താല്പര്യം. നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ വണ്ടി കൊണ്ട് നിർത്തിയിട്ടൊക്കെ പറയും. അവർക്ക് പേടിയാണ്. പിന്നെ എന്നൊരു സംഭവം ഉണ്ടായി, എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയോട് പോലും എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ഇവർ അവിടെ ഇവിടെയൊക്കെ ക്യാമറ വെച്ചിട്ട് ഞാൻ അവരോട് മിണ്ടി ഇവരോട് മിണ്ടി ഞാൻ പറയുന്ന നുണയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന എല്ലാ തെളിവും ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ട്.
അപ്പം നമുക്ക് മനസ്സിലാവും. ഏതെങ്കിലും സംഘടനകളുടെ ഭാഗത്തു നിന്ന് പരസ്യമായൊരു പിന്തുണ വന്നിട്ടുണ്ടായിരുന്നോ? ഏതെങ്കിലും ദളിത് മൂവ്മെന്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടിവിസ്റ്റുകളോ ആരുടെങ്കിലും ഒക്കെ ആയിട്ട്? ഇവിടെ ഇപ്പോ UDSF, MSF, മറ്റു സംഘടനകൾ, പിന്നെ ദളിത് ഫെഡറേഷൻ, പിന്നെ അങ്ങനെ SFI അല്ലാതെയുള്ള എല്ലാ ഐസയുടെ സപ്പോർട്ട്, ഇങ്ങനെ SFI അല്ലാതെ എല്ലാ സംഘടനകളും ഇവിടെയുണ്ട്, വന്നിട്ടുണ്ട്, കൂടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടർച്ച? എങ്ങനെയാണ് സമരം? എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? ആവശ്യം എന്ന് പറയുമ്പോൾ, എന്നെ ഇത്ര അധികം ഉപദ്രവിച്ച് എൻ്റെ ഡോക്ടർ കമ്മിറ്റി നടത്തി തന്നിട്ടില്ല, എൻ്റെ ആനുവൽ റിപ്പോർട്ട് തന്നിട്ടില്ല, എന്നെ ഒരിക്കൽ പോലും ലാബിൽ ഇതുവരെ കയറ്റിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത അധ്യാപകരെ, അത് എൻ്റെ ജാതി എന്ന് ഇങ്ങനെ ചോദിക്കും. ജാതി വിഭാഗം പറഞ്ഞാൽ പോരാ, നമ്മുടെ ജാതി ഏതാണെന്ന് കൃത്യമായി പറയണം. അതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായ രീതിയിലുള്ള SC/ST അട്രോസിറ്റി ആക്ട് ഇടാവുന്ന കാര്യമാണ്. അപ്പോൾ ഡോക്ടർ അരുൺ ബാബു എന്ന് പറയുന്ന ആളാണ് ഇത് ചെയ്യിച്ചത്. ഈ പണിയെടുപ്പിക്കുന്നത് ഡോക്ടർ ജെയ്നി വർഗീസ് ആണ്. മെഷീൻസ് ഒന്നും എനിക്ക് തരില്ല, ഞാൻ ഫെലോഷിപ്പ് പണം ഒറ്റയ്ക്ക് തിന്നുവാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് എതിരെ കൃത്യമായ നിയമ നടപടി ഉണ്ടാവണം. അവർ കുട്ടികളെ പഠിപ്പിക്കാൻ അരുൺ ബാബുവിനെതിരെയും ജെയ്നി വർഗീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. രജിസ്ട്രാറും പിന്നെ SC/ST സെല്ലിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി KV ശശി, ഇവർ രണ്ടുപേരും അന്വേഷണം നടത്താതിരിക്കാനും തെളിവട്ടിമറിക്കാനും ശ്രമിച്ചു. ഇവര് റിപ്പോർട്ടർ ചാനലിന്റെ ലൈവിൽ വന്നിട്ട് പറഞ്ഞു, SC/ST സെല്ലിന്റെ റിപ്പോർട്ട് എനിക്ക് തന്നു എന്ന് നുണ പറഞ്ഞു. അപ്പൊ അവരോട് അതിന്റെ മെമ്മോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നതിന് തെളിവ് വേണമല്ലോ. അവർക്ക് തരാൻ പറ്റില്ല, കാരണം നുണ പറഞ്ഞതാ. ഈ തന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ട് 2 ആഴ്ച മുമ്പ് അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് സാക്ഷിയോട് പറഞ്ഞു ഒപ്പിട്ട് തരാൻ, 2025 ഡേറ്റ് ഇട്ട്. അപ്പൊ സാക്ഷി പറഞ്ഞു ഡേറ്റ് കഴിഞ്ഞ വർഷത്തെയാണ്, മൊഴി വളച്ചൊടിച്ചിട്ടുണ്ട്, ഒപ്പിട്ട് തരില്ല. അപ്പൊ അവരയച്ച വോയിസ്, അതിന്റെ സ്ക്രീൻഷോട്ട്, ബാക്കി എല്ലാ കാര്യം ഇദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്, എവിടെ ഏത് കോടതിയിൽ വേണമെങ്കിൽ വന്ന് പറയാന്ന് പറഞ്ഞു. അപ്പൊ തെളിവ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിനും പിന്നെ ഒരുപാട് നുണകൾ പറഞ്ഞു. ഡോക്ടർ അരുൺ ബാബു എന്റെ ഗൈഡ് അല്ലെന്ന് വരെ ഇദ്ദേഹം പറഞ്ഞു കളഞ്ഞു. ഗൈഡ് ആണെന്നുള്ള രജിസ്ട്രേഷൻ ഓർഡറും ജോയിനിങ് റിപ്പോർട്ടും ഭരതൻ തന്നെ ഒപ്പിട്ട് കാണിക്കാം. പിന്നെ മൈക്രോപ്ലാസ്റ്റിക്കിൽ വൈദഗ്ധ്യം ഇല്ല ഡോക്ടർ അരുൺ ബാബുവിന് എന്ന് പറഞ്ഞു. യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ആ സൈറ്റിൽ ഡോക്ടർ അരുൺ ബാബുവിന്റെ CV ഡൗൺലോഡ് ചെയ്ത് ഏറ്റവും ആദ്യം കിടക്കുന്ന മൈക്രോപ്ലാസ്റ്റിക്കാ. സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ കാണിക്കാം. അപ്പോൾ ഇത്തരത്തിലൊക്കെ തെളിവ് നശിപ്പിക്കാനും അട്ടിമറിക്കാനും ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. 1.5 വർഷമായിട്ട് ഇത് പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. പോലീസിന് കൈമാറിയില്ല ഇവര്. അപ്പോൾ ഇവർക്കെതിരെ നടപടി ഉണ്ടാകണം. രജിസ്ട്രാറും VC നുണ പറഞ്ഞെന്ന് പൊതുമധ്യത്തിൽ മാപ്പ് പറയണം. എനിക്ക് DC നടത്തി തരണം. എൻ്റെ ആനുവൽ റിപ്പോർട്ട് തന്നില്ലെങ്കിൽ എൻ്റെ ഫെലോഷിപ്പ് മുടങ്ങിപ്പോ. അത് 1 വർഷത്തിലധികമായിട്ട് കിട്ടാതെ ഇങ്ങനെ നമ്മുടെ ഈ സാധനം കൊടുത്താലേ അവർക്ക് പ്രോസസ് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കിട്ടണം. ഇനി ഒരു കുട്ടിയെ ഇവരിങ്ങനെ ഉപദ്രവിക്കരുത്. അപ്പോൾ അനഘ നടത്തുന്ന ഈ സമരം എന്ന് പറയുന്നത് അനഘയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇനി വരാനിരിക്കുന്ന മുഴുവൻ കുട്ടികൾക്ക് സമാധാനമായിട്ട് അവരുടെ ഗവേഷണം പൂർത്തിയാക്കി ഇവിടുന്ന് മടങ്ങാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് അനഘ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും.